നമസ്കാരം. ഗോൾഡൻ എപ്പിസോഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചരിത്രം കേട്ടു. അതിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കേൾക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞിരുത്തിയ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് 1943 ഒക്ടോബർ 28 ആസാദ് ഹിന്ദ് ഗവൺമെന്റ് അഥവാ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ സ്ഥാപിച്ചു. നമ്മൾ പഠിച്ചതാണ്. അവിടെ വെച്ചാണ് നമ്മുടെ സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ ഒരു താൽക്കാലിക ആസ്ഥാനം സിംഗപ്പൂരിൽ സ്ഥാപിച്ചു. ഇനി നമ്മൾ അടുത്ത INA ഭടന്മാരുടെ അടുത്ത ലക്ഷ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി വീണ്ടെടുക്കലാണ് എന്നർത്ഥത്തിൽ ദില്ലി ചലോ എന്ന മുദ്രാവാക്യവും സുഭാഷ് ചന്ദ്രബോസ് അവിടെ വെച്ച് ഉയർത്തി നമ്മൾ കേട്ടു. എന്നിട്ട് പിന്നെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ഈ സാഹചര്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ് നൽകിയതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഈ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അന്തർദേശീയ തലത്തിൽ ബ്രിട്ടന്റെ എതിരാളികളായിരുന്ന 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ശത്രുരാജ്യങ്ങളായിരുന്ന ജപ്പാൻ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടന്റെ ശത്രുരാജ്യങ്ങളായിരുന്ന ജപ്പാനും, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ അന്തർദേശീയ തലത്തിൽ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ജപ്പാൻ സേന പിടിച്ചെടുത്ത 2 ഇന്ത്യൻ ദ്വീപ് സമൂഹങ്ങൾ, ഒന്ന് ആൻഡമാനും മറ്റൊന്ന് നിക്കോബാറും, ഈ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ജപ്പാൻ ഗവൺമെന്റ് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുകയും ചെയ്തു. അതായത് ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ പ്രവർത്തനം വ്യാപകമാക്കുക എന്ന് ലക്ഷ്യം വെച്ച് ബ്രിട്ടീഷുകാരിൽ നിന്നും ജപ്പാൻ സേന 2ാം ലോക മഹായുദ്ധത്തിൽ പിടിച്ചടക്കിയ ആൻഡമാൻ ദ്വീപും നിക്കോബാർ ദ്വീപും സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ ഭാഗമായി പിന്നീട് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ വന്നെത്തുകയും ഈ ആൻഡമാനും നിക്കോബാറിനും പുതിയ 2 പേരുകൾ നൽകുകയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാനെ ഷഹീദ് എന്നും നിക്കോബാറിനെ സ്വരാജ് എന്നും പുനർനാമകരണവും ചെയ്തു. ആൻഡമാനെ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് കൊടുത്ത പേരാണ് ഷഹീദ്, അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന അർത്ഥത്തിൽ ഷഹീദ് എന്നും നിക്കോബാറിനെ സ്വരാജ് എന്നും പുനർനാമകരണവും ചെയ്തു. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെയും ജർമ്മനിയോടൊപ്പം നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായിട്ടാണ് നമ്മുടെ INAയും സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ INA മുന്നോട്ട് പോയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആഹ്വാനപ്രകാരം ഈ INAയിലേക്ക് അംഗങ്ങളാകാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ പല മേഖലകളിൽ നിന്ന് 100 കണക്കിന് ആൾക്കാർ INAയിൽ ഭാഗവാക്കാകാൻ പോയി എന്നൊക്കെ അറിയാം. അതിന്റെ ഭാഗമായിട്ട് INAയിൽ വനിതാ ബറ്റാലിയൻ വരെ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ INAയിലെ വനിതാ ബറ്റാലിയനെ അറിയപ്പെട്ട പേരായിരുന്നു ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അറിയപ്പെട്ടത്. നമ്മുടെ 1857 വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചൊരു നേതാവായ ഝാൻസി റാണിയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഝാൻസി റാണി റെജിമെന്റ് എന്നൊരു ട്രൂപ്പ് തന്നെ ഈ INAയിലെ വനിതാ ബറ്റാലിയൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ INA ലോകവ്യാപകമായി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടുന്നൊരു ദൗത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് 2ാം ലോക മഹായുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു സംഭവവികാസം ഉണ്ടാകുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു ചേരിയിലും ചേരാതെ നിഷ്പക്ഷമായി നിലകൊള്ളുന്ന USA നാവികാസ്ഥാനമായ പേൾ ഹാർബറിൽ കൊണ്ടുചെന്ന് ജപ്പാൻ സേന വ്യോമാക്രമണം നടത്തുകയുണ്ടായി. അമേരിക്കയുടെ USA നാവികാസ്ഥാനമായ പേൾ ഹാർബറിൽ ജപ്പാൻ സേന വ്യോമാക്രമണം നടത്തുന്നു. ഇതിന് പ്രതികാരം എന്ന നിലയിൽ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് USA കടന്നു വരികയും അങ്ങനെ USA ഇതിന് പ്രതികാരം എന്ന നിലയിൽ ജപ്പാനിലെ 2 വൻ നഗരങ്ങളായിരുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുചെന്ന് അണുബോംബുകൾ വർഷിക്കുകയും ചെയ്തു. ലിറ്റിൽ ബോയിയും ഫാറ്റ്മാൻ എന്നു പേരുള്ള 2 അണുബോംബുകൾ ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ സേന വർഷിക്കുകയും ചെയ്തു. അങ്ങനെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാൻ പൂർണ്ണമായി 2ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയും സംഭവിച്ചു. അങ്ങനെ ഈ ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്നുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ മോഹങ്ങൾക്ക് ഇപ്പോൾ ഇത് തടസ്സം നിൽക്കുന്നൊരവസ്ഥയും സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ ജപ്പാന്റെ പരാജയം സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ചിന്താഗതിയോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്നത്തെ നമ്മുടെ ബർമയിലെ റംഗൂണിൽ നിന്നും അല്ലെങ്കിൽ ഇന്നത്തെ മ്യാൻമാറിലെ റംഗൂണിൽ നിന്നും
തായ്ലൻഡിലെ ബാങ്കോക്കിലേക്ക് പോകുന്ന ഒരു വിമാനയാത്രയ്ക്കിടയിൽ വെച്ച് 1945 ഓഗസ്റ്റ് 18 ഇന്നത്തെ നമ്മുടെ തായ്വാനിലെ തായ്പേയ് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള വാർത്തയാണ് പിന്നീട് പ്രചരിച്ചത്. അങ്ങനെ ഈ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ റംഗൂണിൽ നിന്നും, ഇന്നത്തെ മ്യാൻമാറിലെ റംഗൂണിൽ നിന്നും തായ്ലൻഡിലെ ബാങ്കോക്കിലേക്ക് പോകുന്ന ഒരു വിമാനയാത്രയ്ക്കിടയിൽ വെച്ച് 1945 ഓഗസ്റ്റ് 18 ഇന്നത്തെ നമ്മുടെ തായ്വാനിലെ തായ്പേയ് എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി, സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിമാനാപകടങ്ങളും ഈ തായ്വാൻ മേഖലയിൽ, തായ്വാനിലെ തായ്പേയ് റീജിയനിലും അന്നെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോൾ പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ വേണ്ടി പല അന്വേഷണ കമ്മീഷനെയും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിയമിക്കുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, വിമാനാപകടവുമായി ബന്ധപ്പെട്ട് യാതൊരു എവിഡൻസും, യാതൊരു അവശേഷണവും ഈ തായ്വാനിലോ അല്ലെങ്കിൽ പഴയ മഞ്ചൂരിയൻ മേഖലയിൽ നിന്ന് കണ്ടെത്താതെ വന്നപ്പോൾ പിന്നീട് എന്താണ് സുഭാഷ് ചന്ദ്രബോസിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടി പല നിഗമനങ്ങളും നടക്കേണ്ടി വന്നു. ഇതിന്റെ ഭാഗമായി പിന്നീട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ സ്വതന്ത്ര ഭാരത ഗവൺമെന്റ് 3 ഘട്ടങ്ങളിലായിട്ട് 3 അന്വേഷണ കമ്മീഷനുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന് പിന്നീട് എന്താണ് സംഭവിച്ചത്, അദ്ദേഹം മരിച്ചതിന്റെ തെളിവുമായി ബന്ധപ്പെട്ട ഒരു എവിഡൻസും ഈ തായ്വാൻ മേഖലയിൽ നിന്ന് കിട്ടിയില്ല. പിന്നീട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കണ്ടെത്തുകയായിരുന്നു അടുത്ത ദൗത്യം. അങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് 3 അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചു. അതിൽ 1956 ഷാനവാസ് കമ്മിറ്റി, ജസ്റ്റിസ് ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചു. പക്ഷേ ഈ ഷാനവാസ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിലും സുഭാഷ് ചന്ദ്രബോസിന് എന്തുമാത്രം സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ അതിനുശേഷം 1970-74 കാലയളവിൽ ജസ്റ്റിസ് GD ഖോസ്ലെയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റിയും ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചു. 1970-74 കാലയളവിൽ ജസ്റ്റിസ് GD ഖോസ്ലയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റിയും ഇന്ത്യ ഗവൺമെന്റ് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത കണ്ടെത്താൻ നിയമിച്ചു. പക്ഷെ ആ കമ്മീഷന്റെയും കണ്ടെത്തലുകളിൽ സുഭാഷ് ചന്ദ്രബോസിന് എങ്ങനെയാണ് അദ്ദേഹം മിസ്സായത് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെയും പശ്ചാത്തലത്തിൽ വീണ്ടും കാലങ്ങൾക്ക് ശേഷം 1999, 2005 കാലയളവിൽ ജസ്റ്റിസ് മുഖർജിയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മീഷനെയും ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചു. പക്ഷേ ഈ കമ്മീഷനുകളിലെല്ലാം കണ്ടെത്തലുകളിൽ സുഭാഷ് ചന്ദ്രബോസിന് എന്തുമാത്രം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ എവിഡൻസ് വന്നിട്ടില്ല, അല്ലെ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് മഞ്ചൂരിയിൽ തായ്വാനിലെ തായ്പേയിൽ ഉണ്ടായ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിച്ചെങ്കിലും സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോഴാണ് പിന്നീട് എന്താണ് സുഭാഷ് ചന്ദ്രബോസ് സംഭവിച്ചു എന്നുള്ള പല തരത്തിലുള്ള കിംവദന്തികളും പിന്നീട് പ്രചരിച്ചു. ഇതിൽ ഒരു വിഭാഗം പ്രചരിപ്പിച്ചത് നമ്മുടെ ഹരിദ്വാറിൽ ഒരു സന്യാസിയായി സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛനായിട്ട് ജീവിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് ഈ സന്യാസിയുമായുടെ ജനിതക ഘടന പരിശോധിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അല്ല എന്ന് കണ്ടെത്തുന്നു. പിന്നെ ഇതേ സുഭാഷ് ചന്ദ്രബോസ് തന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ചില റേഡിയോ സന്ദേശങ്ങളിലൂടെ ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തയും ചിലർ പ്രചരിപ്പിച്ചപ്പോൾ ആ റേഡിയോ സന്ദേശങ്ങളും പിടിച്ചെടുത്ത് അതും പരിശോധിച്ചപ്പോൾ അതും യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ശബ്ദമല്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ കേട്ട ഇന്ത്യ ഗവൺമെന്റ് പിന്നീട് 3 ഘട്ടങ്ങളിലായിട്ട് 3 അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചു. പക്ഷേ ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളും പൂർണ്ണമായും എന്താണ് സുഭാഷ് ചന്ദ്രബോസിന് സംഭവിച്ചതെന്ന് മാത്രം വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെ ആ സുഭാഷ് ചന്ദ്രബോസിന്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മുടെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും പലരുടെയും ഭാഗത്തുണ്ടാകുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പത്രത്താളുകൾക്ക് വായിച്ചെന്നിരിക്കും. എന്തായാലും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തതയില്ലാത്തതിന്റെ പേരിൽ നമ്മളിപ്പോൾ അത് അവതരിപ്പിക്കുന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ തുടർന്ന് INA ഭടന്മാരെ, 2ാം ലോക മഹായുദ്ധ ബ്രിട്ടന്റെ വിജയിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് INA ഭടന്മാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് പോലീസ് തടവിലാക്കുകയും അങ്ങനെ INA ഭടന്മാരുടെ ആദ്യത്തെ വിചാരണ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ച് നടക്കുകയും ചെയ്തു. 1945 നവംബറിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ്, ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചാണ് INA ഭടന്മാരുടെ ആദ്യത്തെ വിചാരണ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തുകയും ചെയ്തു.
ഇനി INA ഭടന്മാരുടെ വിചാരണ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആര് എന്ന് പലതവണയും നമ്മുടെ PSCയുടെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അത് വേവൽ പ്രഭുവായിരുന്നു. INA ഭടന്മാരുടെ വിചാരണ സമയത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് വേവൽ പ്രഭുവാണ്. അങ്ങനെ ഈ റെഡ് ഫോർട്ട്സിലെ വിചാരണയിൽപ്പെട്ട INAയുടെ പ്രമുഖരായ ചില നേതാക്കന്മാരായിരുന്നു. ഒന്ന് ഷാനവാസ് ഖാൻ, രണ്ടാമത് പ്രേംകുമാർ സെയ്ഗൾ, മൂന്നാമത് ഗുർബക്ഷ് സിംഗ് ധില്ലൻ. ഈ 2-3 പ്രമുഖരായ INAയുടെ നേതാക്കന്മാരെ ഈ വിചാരണയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഒന്ന് നമ്മൾ നേരത്തെ കേട്ട ഷാനവാസ് ഖാൻ, രണ്ടാമത് പ്രേംകുമാർ സെയ്ഗൾ, മൂന്നാമത് ഗുർബക്ഷ് സിംഗ് ധില്ലൻ. ഇങ്ങനെ അന്നത്തെ INAയുടെ പ്രമുഖരായ നേതാക്കന്മാരെ ഈ റെഡ് ഫോർട്ടിൽ വെച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ ഈ വിചാരണയ്ക്കൊടുവിൽ ഭൂരിഭാഗം ആൾക്കാരെയും പിന്നീട് യുദ്ധ തടവുകാരെന്ന് മാനിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് വെറുതെ വിടുന്ന ഒരവസ്ഥയും സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെയും ജർമ്മനിയുടെയും സഹായത്തോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള മോഹം സഫലീകരിക്കാതെയാണ് സുഭാഷ് ചന്ദ്രബോസ് മിസ്സായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേങ്കിലും ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ 2 ആത്മകഥകളും നിങ്ങളൊരു പക്ഷേ ഉണ്ടാകും. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥകളാണ്. ഒന്ന് ഇന്ത്യൻ സ്ട്രഗിൾ എന്നറിയപ്പെടും. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയിൽപ്പെടുന്ന ആദ്യത്തേതാണ് ഇന്ത്യൻ സ്ട്രഗിൾ. രണ്ടാമത്തേതാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നറിയപ്പെടും. ആൻ ഇന്ത്യൻ പിൽഗ്രിം. ഇതിൽ ഒരെണ്ണം നമ്മുടെ PSCയുടെ പരീക്ഷയ്ക്ക് വെച്ചാണ് ഇന്ത്യൻ സ്ട്രഗിളും, രണ്ടാമത് ഇന്ത്യൻ പിൽഗ്രിം എന്നറിയപ്പെടും. അങ്ങനെ ഈ സുഭാഷ് ചന്ദ്രബോസിന് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസ് മാത്രം ഇന്നും അജ്ഞാതമായി നിലനിൽക്കുന്നു അല്ലേ. പക്ഷെ ഇതിനെക്കുറിച്ച് പലരുടെ അഭിപ്രായങ്ങളും ഈ അടുത്ത സമയത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അതെന്താണെന്ന് വ്യക്തമായ എവിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ തൽക്കാലം ഞാൻ ഈ എപ്പിസോഡിൽ അത് അവതരിപ്പിക്കാൻ നിൽക്കുന്നില്ല. അത് ഭാവിയിൽ അതിൻ്റെ എവിഡൻസ് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതേപോലെ ഈ INAയിൽ പ്രവർത്തിച്ച പ്രമുഖരായ മലയാളികളുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ INA പ്രവർത്തിച്ച പ്രമുഖ മലയാളികളിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സെയ്ഗാൾ എന്നറിയപ്പെടും അല്ലേ. ഇവർ യഥാർത്ഥത്തിൽ INAയുടെ വനിതാ ബറ്റാലിയനായിരുന്ന ഝാൻസി റാണി റെജിമെന്റിന്റെ കമാൻഡറായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കേട്ട ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ വനിതാ ക്ഷേമ മന്ത്രിയായിട്ടും ഈ ക്യാപ്റ്റൻ ലക്ഷ്മി സെയ്ഗാൾ പ്രവർത്തിച്ചതായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാമെന്നുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ മോഹം പൂർത്തീകരിക്കാതെ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ന ഈ ടോപ്പിക്കിന്റെ അവസാനത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് കേട്ടു നിർത്തി. ഇതിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ എപ്പിസോഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമവും നടത്തുക. വീണ്ടും നമ്മൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.